തോൾവേദന, ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന കണ്ടീഷനുള്ള ആളുകൾക്ക് ചെയ്യാൻ സാധിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് വ്യായാമങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഫ്രോസൺ ഷോൾഡറിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ എക്സർസൈസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് ആയുർവേദത്തിലെ മുറിവെണ്ണ, കർപ്പൂരാതി പോലുള്ള എണ്ണകൾ ചൂടാക്കി വേദനയുള്ള ആ തോളിൽ പുരട്ടി ഒന്ന് ചൂട് പിടിക്കുക. അതിനുശേഷം വേണം ഈ എക്സർസൈസ് ചെയ്യാൻ. ഈ എക്സർസൈസ് ചെയ്തതിന് ശേഷം കുറച്ച് ഐസ് പാക്ക് അല്ലെങ്കിൽ ഐസ് ഒരു തുണിയിൽ കെട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ആ വേദന ഉണ്ടായിരുന്ന ഭാഗം ഒന്ന് തണുപ്പിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ എക്സർസൈസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന എക്സർസൈസ്, ഒരു ടേബിളിൽ ഇതുപോലെ ഇരിക്കുക, ഒരു തുണി ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ കൈ, വേദനയുള്ള ആ തോൾ ഭാഗത്തെ കൈ ഇങ്ങനെ ടേബിളിന് മുകളിൽ വെക്കുക. അതിനുശേഷം നമ്മൾ ഈ കൈ ഇങ്ങനെ ഈ ടേബിളിന് മുന്നിലോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ തലയും കുമ്പിട്ട് വരും. നമ്മുടെ ചെവി ഈ കൈയുടെ ഒപ്പം വരുന്ന സമയത്ത് ഇതിങ്ങനെ ഹോൾഡ് ചെയ്യുക ഒരു 10 സെക്കൻഡ്. 1 തൊട്ട് 10 വരെ എണ്ണുക. ഇതൊരു സെറ്റാണ്. ഇങ്ങനെ 10 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് ചെയ്യേണ്ട എക്സർസൈസ് ആണ് ഈ കാണിക്കുന്നത്. അപ്പം അതിന് നമ്മൾ ഒരു ഭിത്തിയുടെ മുമ്പിൽ ഇതുപോലെ നിൽക്കുക. വേദനയുള്ള തോൾഭാഗത്തെ കൈ ഭിത്തിയിലേക്ക് ഇങ്ങനെ മുട്ടിക്കുക. അതിനുശേഷം നമ്മുടെ വിരലുകൾ കൊണ്ട് മുകളിലേക്ക് ആ കൈ കൊണ്ടുപോവുക. ഇത് ഫിംഗർ ലാഡർ എക്സർസൈസ് എന്നാണ് പറയുന്നത്. പരമാവധി മുകളിലേക്ക് കൊണ്ടുപോവുക, അതിനുശേഷം താഴോട്ട് കൊണ്ടുവരിക. ഇതിനി സൈഡിൽ ഇങ്ങനെ നിന്നും ചെയ്യേണ്ടതാണ്. വേദനയുള്ള തോൾഭാഗത്തെ കൈ ഉപയോഗിച്ച് മുകളിലേക്കും താഴേക്കും കൊണ്ടുപോവുക. മൂന്നാമതായിട്ട് ചെയ്യേണ്ട വ്യായാമമാണ് ഇനി കാണിക്കുന്നത്. അപ്പം അതിന് നമ്മൾ ഒരു കൈ ഒരു മേശപ്പുറത്ത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക. വേദനയുള്ള തോൾഭാഗത്തെ ആ കൈ ഇങ്ങനെ റിലാക്സ് ചെയ്തിടുക. അതിനുശേഷം ഇതിങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആദ്യം റൊട്ടേറ്റ് ചെയ്യിക്കുക 10 പ്രാവശ്യം. അതിനുശേഷം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 10 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു മൂവ്മെൻറ്റ്, പെൻഡുലം പോലുള്ള മൂവ്മെൻറ്റ് 10 പ്രാവശ്യം ചെയ്യുക. ശേഷം ഈ ഒരു ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് 10 പ്രാവശ്യം ചെയ്യുക. ഇത് 10ൻ്റെ ഒരു സെറ്റാണ് എല്ലാം. ഇത് 3 സെറ്റുകളായിട്ട് ചെയ്യണം. അതായത് 30 പ്രാവശ്യം ഈ ഓരോ മൂവ്മെൻറ്റുകളും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട എക്സർസൈസ് ആണ് ഇനി കാണിക്കുന്നത്. ഇതിനൊരു ടവൽ, ഇതുപോലെ ടവൽ വേണം. ശേഷം ഞാൻ കാണിച്ചു തരാം. വേദനയുള്ള തോൾഭാഗത്തെ കൈ ഈ രീതിയിൽ താഴെ പിടിക്കുക. വേദന ഇല്ലാത്ത കൈ മുകളിലും പിടിക്കുക ടവലിൻ്റെ. അതിനുശേഷം ഈ വേദന ഇല്ലാത്ത കൈ കൊണ്ട് ആ ടവൽ മുകളിലേക്ക് പൊക്കുക. വേദനയുള്ള തോൾഭാഗത്തെ കൈ മുകളിലേക്ക് പൊങ്ങി വരും. പൊങ്ങി വന്ന് മാക്സിമം പൊക്കിയതിന് ശേഷം ഹോൾഡ് ചെയ്യുക. 1 തൊട്ട് 10 വരെ എണ്ണുക. അതിനുശേഷം താഴോട്ട് വിടുക. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ 10 പ്രാവശ്യം ഈ രീതിയിൽ റിപ്പീറ്റ് ചെയ്യുക. 10ൻ്റെ 3 സെറ്റായിട്ട്, അതായത് 30 പ്രാവശ്യം ആണ് ഈ എക്സർസൈസും ചെയ്യേണ്ടത്. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട വ്യായാമമാണ് ഞാൻ കാണിക്കുന്നത്. അതിന് നമുക്ക് ഇതുപോലൊരു വടി അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് നമ്മുടെ കയ്യിൽ വേണം. അതിനുശേഷം 2 കൈ കൊണ്ട് ഇതുപോലെ പിടിക്കുക. വേദന ഇല്ലാത്ത കൈ കൊണ്ട് ഇത് മുകളിലേക്ക് പൊക്കുക. അപ്പോൾ നമ്മുടെ വേദന ഉള്ള കൈയും അതിനോടൊപ്പം തന്നെ മുകളിലേക്ക് പൊങ്ങി വരും. എന്നിട്ട് ഈ രീതിയിൽ ഹോൾഡ് ചെയ്യുക. 1 തൊട്ട് 10 വരെ എണ്ണുക. അതിനുശേഷം താഴോട്ട് കൊണ്ടുവരിക. ഇങ്ങനെ ഇത് 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. അതാണ് ഒരു സെറ്റ്. അങ്ങനെ 3 വട്ടം, അതായത് 30 പ്രാവശ്യം ഈ എക്സർസൈസും ചെയ്യാവുന്നതാണ്. ഞാൻ ഈ കാണിച്ച 5 വ്യായാമങ്ങളും നിങ്ങൾക്ക് 2 നേരം ഒരു ദിവസം ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ഒന്ന് ചൂട് പിടിക്കുക, അതിനുശേഷം വ്യായാമം ചെയ്യുക, ശേഷം ഒന്ന് തണുപ്പിക്കുക. വളരെ എഫക്റ്റീവാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.